നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന എക്സസൈസിന്റെ പേരാണ് മെക്സവൻ. മെക്സവൻ മീൻസ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. മലപ്പുറത്ത് നിന്ന് വന്നതാണല്ലോ, അവിടെയാണ് അതിന്റെ പ്രശ്നം. മലപ്പുറം എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. ഏത് വിമാനത്താവളത്തിലൂടെ സ്വർണം വന്നാലും മലപ്പുറത്തിലൂടെ സ്വർണം വരുമ്പോൾ അത് തീവ്രവാദത്തിന്റെ സ്വർണമാണ്, അതല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന്റെ സ്വർണമാണ് എന്ന ഒരു പല്ലവി ഇവിടെ ഉണ്ടല്ലോ. അതേപോലെ മലപ്പുറത്ത് നിന്ന് പുറത്തു വന്നൊരു സ്വർണ്ണമാണ്. നമസ്കാരം. നമ്മളിപ്പോ പുറത്ത് വ്യായാമത്തിന് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും എന്താണ് പറയാ ഉപദേശിക്കുന്നുണ്ടല്ലേ, രാവിലെ നിങ്ങൾ കിടന്നുറങ്ങരുത്, വ്യായാമത്തിന് പോയിക്കോളൂ, നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണെന്നല്ലേ. വ്യായാമം ചെയ്ത കുറച്ച് ആളുകൾ എന്തായി, വളരെ മോശമായ രീതിയിലേക്ക് തീവ്രവാദികളായിരിക്കും. നമ്മളെ കേരളത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കായി, ഒന്നും കാണാത്ത രീതിയിലേക്ക്. ഇപ്പോ നമ്മളിപ്പോ ഈ വ്യായാമത്തിന് ഇറങ്ങിയ ആളുകളെ മോശപ്പെടുത്തുന്നതല്ല, അതിലെന്താണ് ഉള്ളത് എന്ന് ചിന്തിച്ചിട്ട് വേണം ഇത്ര പ്രസ്താവനകളൊക്കെ ഇറക്കാൻ അല്ലെ. എന്തൊരു മോശമായി വരുവാണ് നമ്മുടെ കേരളം എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. കാര്യം എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അല്ല, ഇവിടെ എന്തിനേയും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം പൊതുവിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പം മെക്സവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യായാമ മുറ, അത് മലപ്പുറത്ത് നേരത്തെ സൈനിക സേവനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ സലാഹുദ്ദീൻ, അതാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വ്യായാമ മുറ. നമുക്ക് ലഭ്യമായ അനേകം വ്യായാമ മുറകളുണ്ട്. ഇവിടെ യോഗ വലിയ രീതിയിൽ പ്രചാരം കൊടുത്തു വന്നിട്ടുള്ള ഒരു വ്യായാമ മുറയാണ്. അതുപോലെ തന്നെ രവിശങ്കർ കൊണ്ടുവന്ന ഒരു ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസുമായി ബന്ധപ്പെട്ട വ്യായാമം ധാരാളം ആളുകൾ അതിനൊക്കെ ചേരുന്നുണ്ട്. എല്ലാം മനുഷ്യന് ഉപകാരമായിട്ടുള്ള സാധനങ്ങളാണ്. വ്യായാമം മനുഷ്യന് ആവശ്യമാണ്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് പാടത്തും പറമ്പിലൊന്നും വല്ലാതെ പണിയൊന്നും എടുക്കാതെ ആളുകൾക്ക് പിന്നെ ആരോഗ്യത്തിന് വലിയ പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വ്യായാമം ചെയ്യാം എന്നുള്ള നിലയിലേക്ക് ഉപദേശങ്ങൾ ഡോക്ടർമാർ നൽകുകയും ആളുകൾ പലതരത്തിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടും. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തെരുവുകളിലൂടെ ആളുകൾ വളരെ പുലർച്ചയ്ക്ക് തന്നെ നടന്നു പോകുന്നത് കാണാം. വലിയ ശക്തിയിൽ കയ്യുവീശിയൊക്കെ നടന്നു പോകുന്നത് കാണാം. അപ്പം വ്യായാമം പലതരത്തിലുണ്ട്. അപ്പൊ ആ തരത്തിൽ ഒരു വ്യായാമ മുറയെ ഈ ഉദ്യോഗസ്ഥൻ, സൈനിക ഉദ്യോഗസ്ഥൻ വിരമിച്ച് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുകയും കുറച്ചു പേർക്ക് അത് കാണിച്ചു കൊടുക്കുകയും അത് കുറെ ആളുകളെ ആകർഷിക്കുകയും ഒന്നുമില്ല. അതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ 21 മിനിറ്റാണ് അതിന്റെ ആകെയുള്ള ദൈർഘ്യം. ആ 21 മിനിറ്റ് കൊണ്ട് 21 തരം എക്സസൈസുകൾ പൂർത്തിയാക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് 7 പ്രധാനപ്പെട്ട വ്യായാമ മുറകളിൽ നിന്ന്, ഇപ്പൊ യോഗ, ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, എയറോബിക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 7 ഐറ്റത്തിൽ നിന്ന് ഉള്ള എലമെന്റ്സ്, 21 ഘടകങ്ങൾ, 21 മുറകൾ എടുത്ത് ആ 21 മിനിറ്റിലേക്ക് ഒതുക്കി ആ 21 മിനിറ്റിനകം ഇത് ചെയ്തു തീർക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സമ്പ്രദായമാണ് വന്നത്. മലപ്പുറത്ത് നിന്ന് വന്നതാണല്ലോ, അവിടെയാണ് അതിന്റെ പ്രശ്നം. മലപ്പുറം എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. ഏത് വിമാനത്താവളത്തിലൂടെ സ്വർണം വന്നാലും മലപ്പുറത്തിലൂടെ സ്വർണം വരുമ്പോൾ അത് തീവ്രവാദത്തിന്റെ സ്വർണമാണ്, അതല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന്റെ സ്വർണമാണ് എന്ന ഒരു പല്ലവി ഇവിടെ ഉണ്ടല്ലോ. അതേപോലെ മലപ്പുറത്ത് നിന്ന് പുറത്തു വന്നൊരു സ്വർണ്ണാണിത്. അതുകൊണ്ട് തന്നെ അത് തീവ്രവാദത്തിന്റെ ഒരു സ്വർണമാണ് എന്ന തരത്തിൽ ആരാ ആക്ഷേപിച്ചത്? ആദ്യം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹനം മാഷ്, നമ്മുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. അതേസമയം അതിനു മുമ്പ് അതിൽ വേറൊരു കൊനിഷ്ഠ ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ മരുമകൻ PA മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകനും സംസ്ഥാന മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസ്, ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇത് നല്ല ഒരു സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹം അതിന്റെ അംബാസഡറായി അതിന് പ്രചാരണം നടത്തിയിരുന്നു കേട്ടോ. ഇത് വേറെ രീതിയിൽ കൂട്ടി വായിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ജില്ലാ സമ്മേളനങ്ങൾ, പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് പാർട്ടി പിടിക്കാനുള്ള റിയാസിന്റെ പണിക്കെതിരായിട്ടുള്ള മറുപടിയാണ് മോഹനം മാഷ് കൊടുത്തത് എന്ന തരത്തിലും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇവിടെ അതൊന്നല്ല വിഷയം. അവരുടെ പാർട്ടി, ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് ഒന്നും ഈ തരത്തിൽ സമൂഹത്തിലേക്ക് വിഷം വിതറാൻ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾ എൻ്റെ നാട്ടിലുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഈ വ്യായാമ മുറകൾ നടത്തി വന്നിട്ട് അവിടെ ചെറിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. അപ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ടവർ, മതങ്ങളിൽപ്പെട്ടവർ, എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർ, അത് ക്ലാസ് ആകട്ടെ, കാസ്റ്റ് ആകട്ടെ, ക്രീഡ് ആകട്ടെ, കമ്മ്യൂണിറ്റി ആകട്ടെ, റിലീജിയൻ ആകട്ടെ, എല്ലാ തരത്തിലും പെട്ട ആളുകൾ ഇതിൽ വന്ന് വ്യായാമ മുറ അഭ്യസിക്കുകയും പരസ്പരം കാണുകയും സൗഹൃദം പങ്കിടുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സംഘടന ചെയ്യുന്നതല്ല, ഒരു രൂപ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല. ഇത് തികച്ചും സമൂഹ സേവനം എന്നുള്ള നിലയിൽ ചെയ്തു വരുന്ന ആളുകൾ ഇതിൽ ആകൃഷ്ടരായി വരികയും വലിയ നല്ല അഭിപ്രായം പറയുകയും വലിയ തോതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യായാമ മുറയെ
ഇനിയിപ്പോ ഈ അടുത്ത ദിവസം അദ്ദേഹം അതിൽ നിന്ന് മാറ്റി പറഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത് അല്ലെ. മോനമാഷ് പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇത് തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിൽ, ഇതിന്റെ അഡ്മിൻ SDPI കാരനാണ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള ആക്ഷേപമായിരുന്നു ഈ കൂട്ടായ്മയെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് അത് പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രശ്നമായ സമയത്ത് അതിൽ നിന്ന് മലക്കം പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ മോനമാഷോട് ചോദ്യങ്ങൾ വന്നു. നിങ്ങൾ ഭരിക്കുന്നു കേരളത്തിൽ, നിങ്ങളുടെ കയ്യിൽ ആഭ്യന്തരം, നിങ്ങളുടെ കയ്യിൽ പോലീസ് സംവിധാനങ്ങൾ, അന്വേഷിക്കൂ. എന്നിട്ട് ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെറ്റ്വർക്കാണ് ഇതിന് പിന്നിലുള്ളതെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഷെയ്ഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കൂ. അല്ലാതെ ഈ തരത്തിൽ വന്ന് ഈ വ്യായാമം ചെയ്യാൻ വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ആളുകളെ ഈ തരത്തിൽ ഒരു സംശയ നിഴലിൽ നിർത്തുകയല്ല വേണ്ടത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഒരു വീണ്ടും വിചാരവും ഇല്ലാതെ ഇങ്ങനെ ഉന്നയിക്കുകയല്ല വേണ്ടത്. അതിനെതിരായി വലിയ ആക്ഷേപങ്ങൾ മോനമാഷിക്കെതിരെ വന്നതിന്റെ ഭാഗമായി അദ്ദേഹം അതിന് മലക്കം മറിഞ്ഞുകൊണ്ട് മലപ്പുറത്ത് ശരിക്കും മലപ്പുറത്ത് എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? അല്ല, ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കുറച്ച് മുമ്പ് വരെ പിന്നെ മലപ്പുറത്തിനോട് വലിയൊരു പ്രണയം ഉണ്ടായിരുന്നു CPM. അതെ, മുസ്ലിം ലീഗിനോട് പോലും പ്രണയം ഉണ്ടായിരുന്നു. കാണാൻ നല്ല മുഞ്ചുണ്ട്, നല്ല മുഹബത്തുള്ള വർത്താനൊക്കെയാണ് പറഞ്ഞിരുന്നത് CPM. പക്ഷേ CPM-നോടൊപ്പം തൽക്കാലം വരുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എന്നുള്ള നിലയിലല്ല, ഇപ്പം സമസ്തയും ഒക്കെയായി ബന്ധപ്പെട്ട് ചില പിന്നാമ്പുറ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു ഭിന്നിപ്പ് അതിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ ആ ഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ ചില ആളുകൾ CPM-നോടൊപ്പം പോകാൻ ലീഗിനകത്തു തൽപരരാണ് എന്നുള്ള തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങൾ. പക്ഷേ ഒടുവിൽ അവരുടെ തീരുമാനം വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ UDF-ന്റെ കൂടെ, ഞങ്ങൾ അതല്ലാത്ത യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള നിലയിൽ അവർ ഉറച്ച് UDF-ന്റെ കൂടെ തന്നെ നിൽക്കുന്നു എന്ന പ്രഖ്യാപനം വന്നതോടുകൂടി ഈ മുഹബത്തൊക്കെ പോയി. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മലപ്പുറം കണ്ണിന്റെ ദൃഷ്ടിക്ക് നേരെ കണ്ടുകൂടാത്ത രീതിയിൽ ചതുർത്ഥിയായി മാറുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇപ്പൊ അങ്ങനെയാണ് മലപ്പുറത്ത് കൊണ്ടുവരുന്ന, പുറത്ത് ധാരാളം ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടാവും, അവർ കുറച്ച് പേരൊക്കെ കള്ളക്കടത്തും നടത്തുന്നുണ്ടാവും. അത് ഈ പറയുന്ന MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം, ADGP-യുടെ നേതൃത്വത്തിൽ പോലീസ് തന്നെ അത് പിടികൂടി അവർ ഏൽപ്പിച്ച അല്ലാത്ത പണിയൊക്കെ ചെയ്തു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടൊക്കെ കിട്ടും. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, മലപ്പുറത്തു നിന്ന് വരുന്ന ഈ സ്വർണം ഈ തരത്തിൽ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മലപ്പുറം എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ അതിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള കക്ഷികളെ കൂട്ടി മുന്നണി ബലപ്പെടുത്തി മുന്നോട്ട് പോകാം എന്ന് പറയുന്ന പ്രതീക്ഷ നഷ്ടപ്പെടുകയും വലിയ തോതിൽ ആക്ഷേപം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഭാഗമായി CPM നേരിടുകയും ചെയ്തു. അതാണ് അതിന്റെ പൊളിറ്റിക്സ്. CPM നേരിട്ട ആക്ഷേപം എന്താണ്? പ്രോ മുസ്ലിം ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നു CPM. മുസ്ലിങ്ങളെ വല്ലാതെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ ഗസയുടെ പേരിൽ, വഖഫിന്റെ പേരിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഒരു മുസ്ലിം നേതാക്കൾ അല്ലെങ്കിൽ മുസ്ലിം പാർട്ടി ആയിട്ടുള്ള മുസ്ലിം ലീഗ് പോലും പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഇന്റൻസിറ്റിയിൽ CPM ആണ് ആ വിഷയത്തെ എടുത്തുയർത്തുന്നത് എന്നുള്ള തരത്തിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായപ്പം അവർ നേരെ പ്ലേറ്റ് മറിച്ചിട്ടിരുന്നു. ആ മറിച്ചിട്ടതിന്റെ ഭാഗമായിട്ടാണ് നിരന്തരം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പലവട്ടം, എത്രയോ വർഷങ്ങൾ, എനിക്ക് ഓർമ്മയുണ്ട്, പതിറ്റാണ്ടുകൾ CPM-മായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ്, CPM-ന് വോട്ട് ചെയ്തിരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ളവർ. അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളെ നേരിട്ട് ആക്രമിക്കുകയും മുസ്ലിങ്ങളെ എപ്പോഴും അപരസ്ഥാനത്ത് നിർത്തുന്ന BJP-യുടെ രാഷ്ട്രീയം. അങ്ങനെയാണല്ലോ BJP ഇവിടെ ചെയ്യുന്നത്. മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് ജനങ്ങളിൽ ഉത്പാദിപ്പിക്കുകയും അങ്ങനെ സമൂഹത്തിൽ ധ്രുവീകരണം സാധ്യമാക്കുകയും ആ ധ്രുവീകരണത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ഉണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ സമ്പാദിക്കുകയും ജയിച്ചു വരികയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് BJP നടത്തുന്ന അതേ പ്രവൃത്തി എന്ത് ചെയ്യുന്നു? മുസ്ലിങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ഇനി കുറച്ച് ഹിന്ദു പ്രീണനമാകാം. പക്ഷെ എന്നാണോ അത്തരം രീതിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് ഹിന്ദു പീഡനം നടത്തി ഇവർക്ക് കൈ കയറാൻ കഴിയോ എന്നാണ് എന്റെ. മലപ്പുറത്ത് എന്ത് കളി കളിച്ചാലും അവർക്ക് കയറാൻ പറ്റില്ല എന്ന് അറിയാം. പിന്നെ മലപ്പുറത്ത് എന്തിനാണ് കളിക്കുന്നത്? മറ്റുള്ള ഭാഗങ്ങളിൽ കിട്ടുമല്ലോ. എവിടെ? മറ്റുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ കാണേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത്, ഹിന്ദു കേന്ദ്രങ്ങളിൽ
വോട്ട് ചോർച്ച BJPക്ക് അനുകൂലമായിട്ട് പോകുന്നു. അതെ. അതിന് കാരണമായി പറഞ്ഞത് മുസ്ലിം പ്രീണന നയം CPM സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ആ മുസ്ലിം പ്രീണന നയത്തിൽ നിന്ന് ഞങ്ങളിതാ പിന്നോട്ട് പോകുന്നു. ഞങ്ങളിപ്പോൾ ഹിന്ദു പ്രീണനം നടത്തുന്നു. ഹിന്ദുക്കളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാൻ മറ്റ് ഞങ്ങളുടെ മുമ്പിൽ മാർഗമില്ല. അതുകൊണ്ട് ഒരു മുസ്ലിം നാമധാരി എന്താരംഭിച്ചാലും മുസ്ലിങ്ങൾ കൂടുതൽ ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് നിന്ന് എന്ത് വന്നാലും അതിനെയെല്ലാം തീവ്രവാദ പട്ടം ചുമത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഈ ഉണ്ടായിട്ടുള്ളത്. താഴെ തട്ടിൽ വരെ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ ഇതുപോലെ നല്ല രീതിയിൽ നടന്നു വന്ന സംഭവത്തിന് ഒരു ഉത്തരവൊന്നുമില്ല. പഞ്ചായത്തിന്റെ അവിടുത്തെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കൂൾ HMനെ വിളിച്ച് പറയുന്നു ആ ഏർപ്പാട് നടക്കരുത്. CPMന്റെ പഞ്ചായത്താണ്. ആ സ്കൂളിൽ വിളിച്ച് HMനോട് പറയുന്നു അതിനി നടത്താൻ പാടില്ല. അപ്പൊ HMന്റെ മുമ്പാകെ ഇവർ ഈ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി റിട്ടേൺ അപേക്ഷ കൊടുത്ത് അദ്ദേഹം അനുമതി നൽകിയതാണ്. പക്ഷെ അത് അനുമതി നൽകാൻ പാടില്ല എന്ന് വാക്കാൽ ഉത്തരവ് കൊടുക്കുകയാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ് ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിനെ തുടർന്ന് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന സ്കൂൾ HMന് കൊടുക്കുകയാണ്. അതോടുകൂടി അവിടെ വലിയ കുഴപ്പമുണ്ടാവുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു സംഗതി, മതപരമായ എന്തെങ്കിലും സംഭവം ഈ വ്യായാമ മുറയ്ക്കകത്തുണ്ടെങ്കിൽ ശരി, അതൊന്നുമില്ല എന്നുള്ളത് എല്ലാ മതത്തിൽപ്പെട്ടവരും സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് ഇതിനെ ഒരു മത പരിപാടിയായി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കൂട്ടായ്മയായി ഇതിനെ അണിയടിക്കുന്നത് എന്നുള്ളത് ഏറ്റവും തീർച്ചയായും ഇത്തരം സംഭവങ്ങളൊന്നും ശരിക്കും എന്താണ് ഒരു വ്യായാമമായി കാണാതെ ഇത്തരം ഇതിലേക്കൊക്കെ വളച്ചൊടിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് മുസ്ലിം അല്ലെ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പോ ഒരു കാരണവശാലും ന്യൂനപക്ഷം അവിടെ ഭൂരിപക്ഷമാണ് എന്നുള്ളതാണ്. അപ്പോ എന്തായാലും അത്തരം രീതിയിലേക്കുള്ള ഒരു കളി കളിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒട്ടൊക്കെ നോക്കുന്ന സമയത്ത് വീണ്ടും താഴത്തേക്ക് പോകാനുള്ള അവസ്ഥ ഉണ്ടാവും എന്നാണ് എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായും അപ്പോ എന്തായാലും ഇത്തരം സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. നന്ദി, നമസ്കാരം.